ഇപ്പോൾ ജാഫർ സൂചിപ്പിച്ചത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. തെരയാൻ പോയി, ദൗത്യസംഘം പോയി തെരഞ്ഞ മേഖലയിൽ നിന്ന് അവർ തെരഞ്ഞതിൻ്റെ കുറച്ചു മാറിയാണ് ഈ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെടുത്തത്. അവർ ജനങ്ങൾ ഈ തെരച്ചിലിനായി ഒരു ജനകീയ തെരച്ചിലാണ് ഇന്ന് നിശ്ചയിച്ചിരുന്നത്. അതിനായി പോയ മനുഷ്യർക്ക് അവിടെ നിന്ന് ദേഹഭാഗങ്ങൾ കിട്ടുന്നു, അത് എയർലിഫ്റ്റ് ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. കാരണം ഇത്രയും ദിവസമായ മൃതദേഹ ഭാഗമാണ്, രണ്ടുപേരുടെ കാലിൻ്റെ ഭാഗമാണ് കിട്ടിയത്. അത് പ്രശ്നമുണ്ടാകാതെ കൊണ്ടുവരിക എന്നതും പ്രധാനമാണല്ലോ, തിരിച്ചറിയുന്നതിനായുള്ള സാമ്പിൾ ശേഖരിക്കുന്നതിനുമെല്ലാം. പക്ഷേ അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിൽ എന്തോ ഒരു അലംഭാവം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ജാഫറിൻ്റെ പരാതി. എന്താണ് അവിടെ സംഭവിച്ചത് എന്നതിൽ നമുക്ക് വ്യക്തത വരണമെങ്കിൽ കൺട്രോൾ റൂമിൽ നിന്നോ ജില്ലാ കളക്ടറിൽ നിന്നോ ഈ വിഷയത്തിൽ അവർക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം. നമുക്കതിനായി ശ്രമിച്ചുകൊണ്ടിരിക്കാം. അൽ അമീൻ നമുക്കൊപ്പം തുടരുന്നുണ്ട് ചൂരൽമലയിൽ. അൽ അമീൻ, ഇപ്പോൾ മഴ പെയ്യുന്നു. ആ മഴയ്ക്കിടയിൽ രക്ഷാപ്രവർത്തകർ പോയി കണ്ടെടുത്ത ശരീരഭാഗം അവർക്ക് കൊണ്ടുവരുന്നതിന് നേരിടുന്ന ബുദ്ധിമുട്ടാണ് അവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമീൻ നിൽക്കുന്നതിന് അടുത്തല്ലേ കൺട്രോൾ റൂം വരുന്നത്? അമീൻ അവിടെ കൂടി ഒന്ന് നോക്കുമോ? ആസിയ, കൺട്രോൾ റൂമിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരില്ല, അവിടെ ചുമതലപ്പെട്ടവരെല്ലാം ഈ യോഗത്തിനായി മാറിയിരിക്കുകയാണ്. നമ്മൾ നിൽക്കുന്നതിൻ്റെ പരിസരത്ത് തന്നെയാണ് കൺട്രോൾ റൂം വരുന്നത്. നമുക്ക് അതിന് തൊട്ടടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എന്തായാലും നമുക്ക് അവിടെ കൂടി അന്വേഷിക്കേണ്ടതുണ്ട്, അന്വേഷിക്കുകയും ചെയ്യാം. മഴ കനക്കുന്നുണ്ട് സുജിയ, കാരണം അവർ ഈ പറഞ്ഞതുപോലെ കിലോമീറ്ററുകൾ താണ്ടി വേണം ഈ ആളുകൾക്ക് ആ പരപ്പൻപാറയിൽ നിന്ന് മൃതദേഹ ഭാഗങ്ങളുമായിട്ട് എത്താനായിട്ട്. അവർ 12 മണിയോടുകൂടി ലഭിച്ച മൃതദേഹ ഭാഗങ്ങൾ ലഭിച്ച വിവരം അപ്പോൾ തന്നെ അറിയിച്ചതാണ്. ഇനി ഏതായിരുന്നാലും ഹെലികോപ്റ്ററോ മറ്റോ പോകാൻ പറ്റാത്ത വിധത്തിലെ കാലാവസ്ഥ മാറിയിട്ടുണ്ട്. ആ പ്രദേശത്ത് വലിയ മൂടൽമഞ്ഞ് നേരത്തെ രൂപപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോഴാണെങ്കിൽ കനത്ത മഴയും പെയ്യുന്നുണ്ട്. ഇനി ചെങ്കുത്തായ ഭാഗങ്ങൾ പിന്നിട്ട് വേണം അവർക്ക് അതിനകത്തൂടെ കടന്നു വരാനും. എന്ത് പരിഹാര മാർഗം അല്ലെങ്കിൽ എന്ത് പോംവഴി അധികൃതർ ഒരുക്കുമെന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. ഇപ്പോൾ നിൽക്കുന്ന മുണ്ടക്കൈ ചൂരൽമല ഭാഗത്തായിരുന്നാലും ശക്തമായ മഴ പെയ്യുകയാണ്. ഇടിമിന്നലോട് കൂടിയ മഴയാണ് ഈ പ്രദേശത്തെല്ലാം ഉള്ളത് എന്നുള്ളതാണ് ഏറെ പ്രധാനം. ഇവിടെ നിൽക്കുന്നവരൊക്കെ പറയുന്നുണ്ടായിരുന്നു. കാരണം ഈ അപകടത്തിന് മുമ്പ്, ദുരന്തത്തിന് മുമ്പ് മഴ പെയ്യുമ്പോഴും അതിന് കുറേ ദിവസം മുമ്പ് നല്ല വെയിലായിരുന്നു, വലിയ മഴയൊന്നും തുടർച്ചയായിട്ടില്ലായിരുന്നു. പക്ഷേ തുടങ്ങിയ മഴ തുടർച്ചയായിട്ടൊരു 10-12 മണിക്കൂർ നിന്ന് പെയ്തപ്പോഴാണ് ഇത്ര വലിയൊരു ദുരന്തമുണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ മഴയും ആ രീതിയിലേക്ക് പോകുമോ എന്നുള്ള ആശങ്ക പല ആളുകളും പങ്കുവെക്കുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ശക്തമായിട്ടുള്ള മഴ പലരും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, കുടയില്ലാതെ നനഞ്ഞു വരുന്നു. കാരണം രാവിലെ മുതൽ ഉച്ചവരെ നല്ല വെയിലായിരുന്നു സുജിയ. മഴയുടെ ഒരു ലക്ഷണവുമില്ലായിരുന്നു, മഴ പെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷയുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പല ആളുകളും അങ്ങനത്തെ കരുതലോടുകൂടിയൊന്നും ആയിരുന്നില്ല വന്നിരുന്നത്. ജനകീയ പരിശോധന തെരച്ചിൽ എന്നുള്ളത് കൊണ്ട് തന്നെ പുറത്തു നിന്നൊക്കെയുള്ള ഒരുപാട് ആളുകൾ, 2000-ലേറെ ആളുകളുണ്ടായിരുന്നു. സ്ഥിരം വരുന്ന ആളുകൾക്ക് പുറമെ ഇന്ന് പുതുതായി തെരച്ചിലിന് വേണ്ടി തിരുവനന്തപുരത്ത് നിന്ന് ഉൾപ്പെടെ വന്ന ആളുകളും ഉണ്ടായിരുന്നു. ഒപ്പം കുടകിൽ നിന്ന് വന്ന ആളുകളുണ്ടായിരുന്നു. അങ്ങനെ പല ദേശങ്ങളിൽ നിന്ന് വന്ന നിരവധി ആളുകളുണ്ടായിരുന്നു. അവരൊക്കെ തിരച്ചിൽ അവസാനിപ്പിച്ച് മടങ്ങാൻ ഒരുങ്ങുമ്പോഴാണ്, തിരച്ചിൽ അവസാനിപ്പിച്ച് അവരെല്ലാം ഈ ചൂരൽമലയിലേക്ക് വന്ന് തമ്പടിച്ച് ഇവിടെ നിന്ന് പിരിഞ്ഞു തുടങ്ങുമ്പോഴാണ് ഈ മഴ പെയ്തു തുടങ്ങുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ നേരമായി ശക്തമായിട്ടുള്ള മഴ തന്നെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയാണ് ചൂരൽമല ഭാഗത്ത്, ഒപ്പം മുണ്ടക്കൈ ഭാഗത്ത് ഒക്കെ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നത്. പരപ്പൻപാറയിൽ നിന്ന് കിട്ടിയ ശരീരഭാഗങ്ങൾ ഇനിയും മുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. കൺട്രോൾ റൂമിൽ വിളിച്ചപ്പോൾ അവിടെ നിന്ന് എത്തുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇനിയും തങ്ങൾക്കരികിലേക്ക് അവർ എത്തിയിട്ടില്ല എന്നാണ് ഈ ദേഹഭാഗങ്ങൾ കണ്ടെടുത്ത ജാഫർ ഇപ്പോൾ റിപ്പോർട്ടറിലൂടെ അറിയിച്ചത്. ഇക്കാര്യം നമ്മൾ ജില്ലാ കളക്ടറോടും ബന്ധപ്പെട്ട അധികൃതരോടും പങ്കിടുന്നതാണ്. ഇപ്പോൾ യോഗങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് അവരിലേക്ക് നേരിട്ട് നമുക്ക് പോകാൻ കഴിയാത്തതും.